ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടീ കേക്കാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു ബനാന കേക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള മൈദയൊക്കെ ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. അതിനായിട്ടൊരു അരിപ്പയിലേക്ക് ഒരു 1.25 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് 250 ml ആണ്. അടുത്തതിന് ഇതിലേക്കൊരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിലും കുറച്ച് താഴെ ഉപ്പ്. ഇനി ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിക്ക ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പൊടി ഒരു 1/4 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേക്കിന്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കുക. ഒരു 1-2 തവണ അരിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇതുപോലെ അരിച്ചെടുത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കണേ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എല്ലാം ഒന്നായിട്ട് മിക്സായി കിട്ടിക്കോളും. ഇതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഈ ഒരു കൂട്ടൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതിന് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് മിക്സാക്കി വെക്കാം. അതിനായിട്ടൊരു 1/4 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈന്തപ്പഴമോ ചെറിയൊക്കെ വേണമെങ്കിലും അതും ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ കാഷ്യൂ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താണ്. വെറുതെ ഒന്ന് ചൂടാക്കിയെടുത്ത് എണ്ണയൊന്നുമില്ലാതെ. എന്നിട്ട് ലാസ്റ്റ് ഇതിലേക്കൊരു 3/4 ടേബിൾ സ്പൂൺ മൈദ കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇങ്ങനെ ഇട്ട് മിക്സാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് ബേക്കായി വരുന്ന സമയത്ത് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എല്ലാം താഴെ പോവാതെ എല്ലാ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. അടുത്തതിന് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാനായിട്ടൊരു 100 ഗ്രാം ഉപ്പില്ലാത്ത ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ എടുക്കുമ്പോൾ എപ്പോഴും തണുപ്പില്ലാതെ ഇതുപോലെ റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ എടുക്കണേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ അത് നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ആദ്യം ബട്ടർ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. അത്യാവശ്യം നന്നായിട്ടൊന്ന് ബട്ടർ അത്യാവശ്യം ഇതുപോലെ ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് ഇനി ഇതിലേക്കുള്ള പഞ്ചസാരപ്പൊടി കുറച്ചായിട്ട് ചേർത്തിട്ട് അതുകൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരു 1/2 കപ്പും ഒരു ഇത്തിരി കൂടെ കൂടുതൽ പഞ്ചസാര എടുത്ത് പൊടിച്ച് കഴിഞ്ഞാൽ 3/4 കപ്പ് പഞ്ചസാര പൊടി ഉണ്ടാകും. അത്രയാണ് നമുക്ക് വേണ്ടത്. 3/4 കപ്പ് എടുത്ത് പൊടിച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 കപ്പിൻ്റെ അടുത്ത് പൊടി ഉണ്ടാകും കേട്ടോ. അത്രയ്ക്ക് വേണ്ട. കാരണം നമ്മൾ ലാസ്റ്റ് കുറച്ച് ഡേറ്റ് സിറപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ആ ഒരു ഡേറ്റ് സിറപ്പ് ചേർക്കുന്നില്ലെങ്കിൽ ഇവിടെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര തന്നെ എടുക്കാം. അപ്പോൾ ഇത് എപ്പോഴും പഞ്ചസാര ചേർക്കുമ്പോൾ 2-3 പ്രാവശ്യമായിട്ട് കുറച്ച് ചേർത്തിട്ട് വേണം ബട്ടറായിട്ട് മിക്സാക്കി എടുക്കാൻ. ഒന്നിച്ചാക്കി മിക്സാക്കി എടുക്കരുത്. ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക ഒരു സ്പാച്ചുലായിട്ട് വെച്ചിട്ട്. എന്നിട്ട് വീണ്ടും 1-2 തവണ ഇതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ഏകദേശം 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ നല്ല ക്രീമി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ക്രീമി ആയിട്ട് കിട്ടിയാൽ നമ്മൾ മുട്ടയൊക്കെ ചേർക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. ബട്ടർ ഇതുപോലെ മിക്സായി കഴിഞ്ഞാൽ ഇനി ഇതിലേക്കുള്ള കോഴിമുട്ട വേണം ചേർക്കാനായിട്ട്. അപ്പോൾ 2 മീഡിയം സൈസിലുള്ളത് തണുപ്പില്ലാത്തത് തന്നെ എടുക്കണേ. ഒന്ന് ആദ്യം ചേർത്ത് മിക്സാക്കിയിട്ട് അടുത്തത് മതി കേട്ടോ. ഈ സമയത്ത് തന്നെ ഇതിലേക്കുള്ള 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കുക. അതിന് ശേഷം മറ്റേത് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞ പോലെയാവും. എന്തായാലും നമ്മൾ ബട്ടറും മുട്ടയും കൂടെ മിക്സാക്കുന്ന സമയത്ത് ചെറിയൊരു പിരിയലുണ്ടാവും. പക്ഷേ അത് കുഴപ്പമില്ല. പക്ഷേ ഒരിക്കലും തണുത്ത മുട്ടയൊന്നും ആവരുത് കേട്ടോ. എപ്പോഴും ബട്ടറും ആ ഒരു മുട്ടയും ഒരേ ടെമ്പറേച്ചറിലാണെങ്കിൽ കൂടുതൽ പിരിയുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ചെറിയൊരു തരി പിരിച്ചിലുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് മൈദയൊക്കെ ആഡ് ചെയ്യുമ്പോൾ അത് റെഡി ആയിക്കോളും. ഇത്രയ്ക്ക് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ ഈ സമയത്ത് ഒരു കാര്യം കൂടെ ചെയ്ത് വെക്കണം. നമ്മൾ കേക്കിലേക്കുള്ള മെയിൻ ചേരുവയായിട്ടുള്ള ചെറുപഴം, നല്ല പഴുത്തിട്ടുള്ള ഒരു 3 മീഡിയം സൈസിൽ വരുന്നൊരു പഴമാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഒരു 4 എടുക്കുക. ഇതിന് പകരം ഇനി റോബസ്റ്റ പഴം വെച്ചിട്ട് വേണമെങ്കിൽ അതും ചെയ്യാം കേട്ടോ. അപ്പോൾ ആ 3 പഴം തൊലി കളഞ്ഞെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ടായിട്ട് മിക്സാക്കി എടുത്താലും മതി. കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ എളുപ്പത്തിന് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തു എന്നുള്ളൂ. അപ്പോൾ നമ്മൾ ബാറ്ററിലേക്ക് മാവ് മിക്സ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഇതങ്ങ് റെഡിയാക്കി വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഈ ഒരു കൂട്ടിലേക്ക് മൈദയുടെ ഒക്കെ മിക്സ് ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ ബട്ടർ ഒന്നുകൂടെ അങ്ങ് മിക്സാക്കി എടുക്കുക കേട്ടോ. പിരിച്ചിലൊന്ന് മാറിയതിന് ശേഷം നമ്മൾ മൈദ 2-3 പ്രാവശ്യമായിട്ടാണ്. അപ്പോൾ ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ മിക്സാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതും 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പം ഇടയ്ക്കിടയ്ക്ക് മൈദ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഏറ്റവും ചെറിയ സ്പീഡിലൊന്ന് കറക്കിയെടുക്കുക. അല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഓവർ സ്പീഡായി പോകരുത് കേട്ടോ. സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ആക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്താൽ മതി. ഇത് വേണമെന്നില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൈദ അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അതിൻ്റെ കാര്യം മറന്നു പോകരുത്. ഏറ്റവും ലാസ്റ്റ് മിക്സ് ആക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഉടച്ച് വെച്ചിട്ടുള്ള പഴം മുഴുവനായിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഈ സമയത്ത് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഡേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടെ നല്ല ഡേറ്റ്സിൻ്റെ ഫ്ലേവർ, ഇടയ്ക്ക് ഡേറ്റ്സ് കടിക്കുന്നതൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ഡേറ്റ്സ് ചെറുതായി മുറിച്ചത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ആക്കിയ സമയത്ത് വേണമെങ്കിൽ അപ്പോഴും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ സമയത്ത് ഒരു 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ലാസ്റ്റായിട്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഓവർ സ്പീഡ് പാടില്ല. സ്പാച്ചിൽ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആദ്യം ഒരു ബട്ടർ ചെറുതായിട്ട് പിരിഞ്ഞ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എല്ലാം നല്ല കറക്റ്റായിട്ട് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. ഞാനൊരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് ഒരു ഇത്തിരി ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ സൈഡിലും താഴ്ഭാഗത്തൊക്കെ ആയിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കേക്ക് ബാറ്റർ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇത്രയ്ക്ക് കട്ടി ഉണ്ടാവും കേട്ടോ ബാറ്ററിന്. കട്ടി കൂടുതലാണെന്ന് വിചാരിക്കൊന്നും വേണ്ട. നമ്മൾ പ്ലം കേക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കുറച്ചൊരു കട്ടിയുള്ള ബാറ്ററാണ് ഇതിന് വേണ്ടത്. എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്താൽ മതി. സ്പാച്ചില വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിലാക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മേലേക്ക് ഇതുപോലെ കാഷ്യൂ ഒക്കെ വേണമെങ്കിൽ കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ആദ്യമേ ഈ കേക്കിൻ്റെ ബാറ്റർ മിക്സിങ് തുടങ്ങുന്ന സമയത്ത് ഓവനിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒരു 180 ഡിഗ്രിയിലൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ ഒന്ന് കുറച്ചിട്ട് വെച്ചാൽ മതി. ഒരു 160 മതിയാകും. എന്നിട്ടൊരു 45 to 50 മിനിറ്റ് കേട്ടോ. പിന്നെ എപ്പോഴും ചോദിക്കലുണ്ട് കുറേ ആളുകളൊക്കെ 2 കോയിലും ചൂടാക്കുന്നുണ്ട്. അത് മേലെയും താഴെയും ചൂട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 45 to 50 മിനിറ്റ് കേട്ടോ. ഓരോ ഓവനിലും ചിലപ്പോൾ ടൈമിൽ ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. ഇനിയിപ്പോൾ ഓവൻ അല്ലാതെ നമ്മൾ അല്ലാത്ത രീതിയിൽ കുറേ കേക്ക് കാണിച്ചിട്ടില്ലേ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട്, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ തുറന്ന് നോക്കുന്ന സമയത്ത് ഒരു സ്ക്വയറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് നടുഭാഗത്തൊന്ന് കുത്തി നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ അങ്ങ് വെച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ കറക്റ്റ് ബേക്കായിട്ട് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ചൂടാറാൻ വേണ്ടിയിട്ട് ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് ചൂടാറി വരട്ടെ കേട്ടോ. ശരിക്കും ചൂടാറിയതിന് ശേഷം തന്നെ മുറിക്കണം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെയൊക്കെ മുറിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ടീ കേക്കൊക്കെ ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെയൊക്കെ മുറിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലുണ്ടാവുക. ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് നോക്കുന്ന സമയത്ത് ഒരു 640 ഗ്രാമാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്ന അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസമൊക്കെ വരാം. പിന്നെ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുമ്പോൾ ഒരു ഇത്തിരി കട്ടി ഉണ്ടാവും, എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടീ കേക്ക് തന്നെയാണ്. അപ്പോൾ കേക്ക് ഇങ്ങനെ മുറിച്ച് കഴിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ടീ കേക്കിൽ നമുക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടാകും. ഒരു പഴത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് മുൻപിൽ നിൽക്കുക കേട്ടോ. ഒരു പഴത്തിൻ്റെ മണമൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടെ കേട്ടോ. പിന്നെ ഇത് നമ്മൾ സാധാരണ പ്ലം കേക്കൊക്കെ പോലെ കുറച്ച് കൂടുതൽ ദിവസം അങ്ങനെ വെക്കാൻ പറ്റില്ല കേട്ടോ. പഴം ചേർക്കുന്നതുകൊണ്ട് 2-3 ദിവസം കൊണ്ട് കഴിച്ച് തീർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ചായയുടെ കൂടെയൊക്കെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു കേക്ക് നമുക്ക് ഡെസേർട്ട് പോലെയൊക്കെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 പീസ് കേക്ക് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ഇത്തിരി ചോക്ലേറ്റ് ഗനാഷോ ചോക്ലേറ്റ് സോസ് ആയിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരിയും കൂടെ ആക്കി കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം കേട്ടോ. ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ചായയുടെ കൂടെ കഴിക്കുമ്പോൾ ഒരു ചേഞ്ചിന് ഇങ്ങനെയും കഴിക്കാം. ശരിക്കും നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള പ്ലം കേക്ക് ഉണ്ടല്ലോ, ആ കേക്ക് ഇങ്ങനെ ഐസ്ക്രീമോ അല്ലെങ്കിൽ ഒരു ഇത്തിരി വിപ്പിംഗ് ക്രീമോ കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ സെർവ് ചെയ്യാം. ഞാൻ അന്ന് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് ചായയുടെ കൂടെ തന്നെ കഴിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്